بسم الله الرحمن الرحيم الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد സഹോദരങ്ങളെ ബഹുമാന്യരെ, നമ്മൾ കിതാബ് തൗഹീദിൽ ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി യഅ്ബുദുൽ ഔസാൻ എന്ന അധ്യായമാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബാബു മാ ജാഅ ഫി ഹിമായത്തിൽ മുസ്തഫ ജനാബ തൗഹീദ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തൗഹീദിൻ്റെ ഭാഗത്തെ സംരക്ഷിച്ച വിഷയത്തിൽ വന്ന തെളിവുകളെയാണ് കിതാബ് തൗഹീദിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് തൊട്ടടുത്ത അധ്യായമായ ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ യഅ്ബുദുൽ ഔസാൻ, ഈ ഉമ്മത്തിൽ ചിലർ വസനുകളെ ആരാധിക്കും എന്ന വിഷയത്തിൽ വന്ന അധ്യായം. ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ചിലർ യഅ്ബുദുൽ ഔസാൻ, വസനുകളെ ആരാധിക്കും, ആ വിഷയത്തിൽ വന്നത്. വസനുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ, ഖബറുകൾ, ചിത്രങ്ങൾ തുടങ്ങിയ എല്ലാത്തിനും പറയപ്പെടുന്ന പേരാണ് വസൻ, ഔസാൻ. സ്വനമാകുമ്പോൾ വിഗ്രഹങ്ങൾക്കാണ് പൊതുവെ അത് പറയപ്പെടുക. എന്നാൽ വസൻ എന്ന് പറഞ്ഞാൽ അർത്ഥവ്യാപ്തി കൂടുതലുണ്ട്. അതിൽ അള്ളാഹുവെ കൂടാതെ ആരാധിക്കപ്പെടുന്ന മൂർത്തികൾ, വിഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ഖബറുകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ ഉൾപ്പെട്ടു. ഈ ഉമ്മത്തിൽ ചിലർ വസനുകളെ ആരാധിക്കപ്പെടും എന്നാണ്. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ഉമ്മത്തു ദഅവയും ഉണ്ട്, ഉമ്മത്തുൽ ഇജാബയും ഉണ്ട്.
ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധിത വിഭാഗം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് എത്തിക്കേണ്ട വിഭാഗം. അങ്ങനെയാകുമ്പോൾ എല്ലാവരും, ജൂതർ, ക്രൈസ്തർ, ബഹുദൈവ വിശ്വാസികൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തു ദഅവയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഫവല്ലദി നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ മിൻ ഹാദിഹിൽ ഉമ്മ സുമ്മ ലാ യുഅ്മിനു ബില്ലദി ഉർസിൽതു ബിഹി ഇല്ലാ ദഖലൻ നാർ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് സത്യം? ലാ യസ്മഉ ബി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട യഹൂദനാവട്ടെ ക്രൈസ്തവനാകട്ടെ എന്നെക്കുറിച്ച് കേൾക്കുകയില്ല. സുമ്മ ലാ യുഅ്മിനു ബില്ലദി ഉർസിൽതു ബിഹി, പിന്നീട് ഞാൻ നിയോഗിക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ അയാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇല്ലാ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പം ഈ ഉമ്മത്തിലെ യഹൂദൻ, നസ്രാനി എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മത്തു ദഅവയാണ് ഉദ്ദേശം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിലുള്ള പ്രബോധിതരായ വിഭാഗം. എന്നാൽ ഈ ഒരു ഉമ്മത്തിനെയല്ല ഈ തലക്കെട്ടിൽ ഉദ്ദേശിക്കുന്നത്. ബഅദ ഹാദിഹിൽ ഉമ്മ യഅബുദുൽ ഔസാൻ, ഈ ഉമ്മത്തിൽ ചിലർ വസനുകളെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ അത് ഉമ്മത്തുൽ ഇജാബയാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉത്തരമേകിയ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചിലർ എന്നാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കും, വസനുകളെ ആരാധിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞ അധ്യായം. അതിൽ ഏതാനും വിശുദ്ധ വചനങ്ങളും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഏതാനും തിരുമൊഴികളുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, വഖൗലുല്ലാഹി തആല അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂൻ ലില്ലദീന കഫറു ഹഉലായി അഹ്ദാ മിനല്ലദീന ആമനു സബീല. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് ഒരു ഭാഗം നൽകപ്പെട്ടവരെ താങ്കൾ കണ്ടില്ലേ? വേദത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇഞ്ചീൽ, അതിൽ നിന്ന് നസീബ്, ജുസ് നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിന്ന് ചിലത് അറിയുന്ന പഠിച്ച ആളുകൾ, അവരെ കണ്ടില്ലേ? എന്താ അവരുടെ പ്രത്യേകത? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു. ജിബ്ത് എന്ന് പറഞ്ഞാൽ ക്ഷുദ്രവിദ്യ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ദുർമൂർത്തികൾ. അപ്പൊ ദുർമൂർത്തികളിലും ക്ഷുദ്രവിദ്യകളിലും അവർ വിശ്വസിക്കുന്നു. വയഖൂലൂൻ, അവർ പറയുന്നു, ലില്ലദീന കഫറു, അവിശ്വാസികളോട്, ഹഉലായി അഹ്ദാ മിനല്ലദീന ആമനു സബീല, ഇക്കൂട്ടർ വിശ്വസിച്ചവരെക്കാൾ സന്മാർഗം സിദ്ധിച്ചവരാകുന്നു. അപ്പൊ വേദക്കാരിൽപ്പെട്ട ചിലർ മുശ്രിക്കുകളോട് പറയുകയാണ്, മുശ്രിക്കുകളാണ് മുഅ്മിനീങ്ങളെക്കാൾ സന്മാർഗികളെന്ന്. യഥാർത്ഥ വേദത്തിൻ്റെ ആളുകൾ മുഅ്മിനീങ്ങളെ സത്യപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ അവരുടെ അസൂയയും അഹങ്കാരവും മുഅ്മിനീങ്ങളെ സത്യപ്പെടുത്താതെ അവിശ്വാസികളെ സത്യപ്പെടുത്തുന്നിടത്തേക്ക് എത്തിച്ചു. ഇവിടെ നമ്മുടെ വിഷയം അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, വേദത്തിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ടവർ ക്ഷുദ്രവിദ്യകളിൽ വിശ്വസിക്കുന്നു, ദുർമൂർത്തികളിലും വിശ്വസിക്കുന്നു. വേദം ലഭിച്ചിട്ട്, വേദത്തിൽ ജ്ഞാനമുണ്ടായിട്ട് ദുർമൂർത്തികളെ വിശ്വസിക്കുക, ക്ഷുദ്രവിദ്യകളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ അധ്യായത്തിൽ ഈ ആയത്തിനെ കൊണ്ടുവന്നത്? ഈ ആയത്തിനെ കൊണ്ടുവരാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ചിലർ
ഈ വേദക്കാരോട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേദക്കാരുടെ ആദർശം ഉൾക്കൊണ്ട് ക്ഷുദ്രവിദ്യകളിലും ദുർമൂർത്തികളിലും വിശ്വസിക്കുന്നവർ മുസ്ലിം സമൂഹത്തിലും ഉണ്ടാകും എന്നതാണ് ഇവിടെ ഈ ആയത്ത് കൊണ്ടുവന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് അദ്ദേഹം പറയുന്നത് വഖൗലുഹു തആല ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹുല്ലാഹ് വഗദിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസിറ വഅബ്ദ താഗൂത്ത്. ഖുൽ പ്രവാചകരെ പറയുക, ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ മോശമായ പ്രതിഫലം ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെ. ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മോശമായ മസൂബത്ത് എന്ന് പറഞ്ഞാൽ മോശമായ മടക്കം, പ്രതിഫലമല്ല, അസ്തഗ്ഫിറുല്ലാഹ്, മോശമായ മടക്കം അള്ളാഹുവിങ്കൽ ആർക്കാണുള്ളത്? മൻ ലഅനഹുല്ലാഹ്, അള്ളാഹു ശപിക്കുകയും വഗദിബ അലൈഹി, അള്ളാഹു ദേഷ്യപ്പെടുകയും വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസിർ, അള്ളാഹു ആരിൽ നിന്നാണോ കുരങ്ങന്മാരെയും പന്നികളെയും ഉണ്ടാക്കിയത് അവരും വഅബദ താഗൂത്ത്, ദുർമൂർത്തികളെ ആരാധിക്കുകയും ചെയ്തവരാകുന്നു. അപ്പോൾ ദുർമൂർത്തികളെ ആരാധിക്കുകയും അള്ളാഹു കുരങ്ങന്മാരും പന്നികളും ആരിൽ നിന്നാണോ ഉണ്ടാക്കിയത് അവരും അള്ളാഹുവിൻ്റെ ദേഷ്യം ഇറങ്ങുകയും അള്ളാഹു ശപിക്കുകയും ചെയ്തവർ ആരാണോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അവരാവുന്നു അള്ളാഹുവിങ്കൽ മോശമായ മടക്കമുള്ളവർ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഹൂദരെ കുറിച്ചാണ് ഈ പരാമർശം. യഹൂദരെ അള്ളാഹു ശപിച്ചു, മൻ ലഅനഹുല്ലാഹ്. അതേപോലെ വഗദിബ അലൈഹി, ജൂതരുടെ മേൽ അള്ളാഹുവിൻ്റെ ദേഷ്യം വന്നിറങ്ങി. അതേപോലെ വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസിർ, ജൂതരിൽ ചിലരെ അള്ളാഹു പന്നികളും കുരങ്ങന്മാരുമാക്കിയിട്ട് രൂപമാറ്റം ഉണ്ടാക്കി. അസ്ഹാബു സബ്ത്തിന്റെ വിഷയത്തിൽ വസ്അലുഹും അനിൽ ഖറിയത്തി ലത്തി കാനത് ഹാദിറത്തൽ ബഹർ إذ يعدون في واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല സാബത്ത് നാളിൽ യഹൂദന്മാർ മീൻ വേട്ടയാടിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. സാബത്ത് നാളിൽ മീൻ വേട്ടയാടാൻ പാടില്ലായിരുന്നു, പക്ഷെ അവർ അതിൽ കുതന്ത്രം പ്രയോഗിച്ചത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യഹൂദന്മാരെ ഖുൽനാലഹും കൂനു ഖിറദതൻ ഖാസീൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരാക്കി മാറ്റുകയുണ്ടായി. അവരോട് കുരങ്ങന്മാരാകാൻ പറയുകയുണ്ടായി, നിന്യരായി അധിക്ഷിപ്തരായിട്ട്. ഇവിടെ മുഫസ്സിരീങ്ങൾ ഈ കുരങ്ങന്മാരാക്കിയതും അതേപോലെ തന്നെ പന്നികളാക്കിയതും അത് ഒറിജിനലായിട്ടായിരുന്നു, അതല്ല അവരുടെ സ്വഭാവത്തിൽ കുരങ്ങന്മാരുടെയും പന്നികളുടെയും സ്വഭാവം ഉണ്ടാക്കിയതാണോ? രണ്ടഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രബലമായിട്ടുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ്. അഥവാ അവരെ അള്ളാഹു ആ യഹൂദന്മാരെ, അഥവാ സാബത്ത് നാളിൽ യൗമുസ്സബ്ത്തിൽ കുതന്ത്രം പ്രയോഗിച്ച് മീൻ പിടിച്ച യഹൂദന്മാരെ അള്ളാഹു അവരെ പന്നികളും കുരങ്ങന്മാരുമാക്കിയിട്ട് അവരെ രൂപമാറ്റം വരുത്തി, എന്നിട്ട് അവരെ മരിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ്. അവരുടെ വംശാവലി ഇവിടെ നിലനിന്നിട്ടില്ല, അവരെ അള്ളാഹു മരിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും യഹൂദരിൽ നിന്നൊരു വിഭാഗത്തെ അള്ളാഹു കുരങ്ങന്മാരും അതേപോലെ തന്നെ പന്നികളുമാക്കി മാറ്റി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതേപോലെ തന്നെ അവരിൽ ഒരു വിഭാഗം അബദ ത്വാഗൂത്ത്, ദുർമൂർത്തികളെ ആരാധിച്ചു. അപ്പോൾ 4 സ്വഭാവങ്ങളാണ് ഇവിടെ ജൂതന്മാർക്ക് പറയുന്നത്. അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി, അള്ളാഹു കോപിച്ചു, അള്ളാഹു അവരിൽ നിന്നൊരു വിഭാഗത്തെ കുരങ്ങുകളും പന്നികളുമാക്കി മാറ്റി, അവർ ദുർമൂർത്തികളെ ആരാധിച്ചു.
എന്തിനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ഈ ഉമ്മത്തികളിൽ ഒരു വിഭാഗം വിഗ്രഹങ്ങൾ ആരാധിക്കും എന്നതിന് ലക്ഷ്യമായിട്ട് ഈ ആയത്ത് കൊണ്ടുവന്നത്? ഉമ്മത്തികൾ അവരിലൊരു വിഭാഗം ജൂത ക്രൈസ്തവരോട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന, രണ്ടമ്പുകൾ ചേർത്ത് വെച്ചാൽ അതിൻ്റെ അമ്പുകളിൽ ഘടിപ്പിക്കുന്ന തൂവലുണ്ട്. ആ തൂവൽ എത്ര കൃത്യമായിട്ടാണോ ക്രമീകരിക്കപ്പെട്ടത്, അതേപോലെ യഹൂദ ക്രൈസ്തവരോട് ഒപ്പം നിൽക്കുന്ന, അവരുടെ ആദർശം സംശീകരിച്ച് അവരോട് ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിലെ ചിലർക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുർമൂർത്തികളെ ആരാധിക്കുക എന്നുള്ളതിലും ചില മുസ്ലിമീങ്ങൾ ജൂത ക്രൈസ്തവരെ, ജൂതന്മാരെ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന, പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകും. അത് മനസ്സിലാക്കാനാണ് ഈ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവരികയുണ്ടായത്. അതേപോലെ വഖൗലുഹു തആല, അടുത്ത വചനം, ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. ഇത് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിലാണ്. സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിരുന്നു, ഗുഹാവാസികൾ. ആദർശ സംരക്ഷണാർത്ഥം അവർ അവരുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുകയും ഗുഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അത്ഭുതകരമായ വിധം ഉറക്കിക്കിടത്തുകയും അങ്ങനെ 309 വർഷം ഉറങ്ങിക്കിടന്ന ഗുഹാവാസികൾ മരണപ്പെടുകയും ചെയ്ത സംഭവം, അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അവരുടെ വിഷയത്തിൽ പറയുന്നത് ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം, അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ മേൽ നമുക്ക് പള്ളിയുണ്ടാക്കാം എന്ന്. അപ്പം ഇവിടെ ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം, അസ്ഹാബുൽ കഹ്ഫിന്റെ മേൽ അതിജയിച്ചവർ, ഗലബത്തിലായവർ, ലനത്തഖിദന്ന അലൈഹിം, അസ്ഹാബുൽ കഹ്ഫിന്റെ മേൽ നമുക്ക് സ്വീകരിക്കാം മസ്ജിദൻ, ആരാധനാലയം എന്നാണ്. അപ്പൊ ആരാണ് ഇവിടെ ഈ അല്ലദീന ഗലബു അലാ അംരിഹിം? ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളായിരുന്നു. അവർ പറഞ്ഞു, ഈ മരിച്ചവരുടെ മേൽ നമുക്ക് പള്ളി പണിയാം. അലൈഹിം എന്ന് പറഞ്ഞാൽ എന്താ? അല എന്നുള്ളത് ഇസ്തിഅലായിനാണ്. അവരുടെ മേൽ പറഞ്ഞാൽ അവർ മറമാടിയതിന് മേൽ ആരാധനാലയം ഉണ്ടാക്കാന്നാണ്. അപ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാണ്. ചിലർ പറഞ്ഞതില്ല, അവിടുത്തെ ജാഹിലിയത്തിൻ്റെ ആളുകൾ, മുശ്രിക്കുകൾ പറഞ്ഞു നമുക്ക് അവരുടെ ഖബറിന് പുറത്ത് ആരാധനാലയം ഉണ്ടാക്കാം എന്നാണ്. എന്നാൽ മറ്റു ചില മുഫസ്സിരീങ്ങൾ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലപ്പെടുത്തിയത് അല്ലദീന ഗലബു അലാ അംരിഹിം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ, അവിടെ ശാസനാധികാരമുണ്ടായിരുന്ന അവരുടെ മേൽക്കോയ്മയുടെ ഭരണത്തിൻ്റെ ആളുകൾ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഇവർ മരണപ്പെട്ടവരുടെ ഖബറിന്മേൽ നമുക്ക് പള്ളി ഉണ്ടാക്കാം എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഏതായാലും അസ്ഹാബുൽ കഹ്ഫ് എന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മരണപ്പെട്ടപ്പോൾ അവരുടെ ഖബറിൻ പുറത്ത് പള്ളി ഉണ്ടാക്കുക, ആരാധനാലയം ഉണ്ടാക്കുക എന്നത് എന്തിനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത്? ഖബറിൻ പുറത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഷിർക്ക് നാമ്പെടുക്കലാണ്. പിന്നെ ഖബറാളിയെ ആരാധിക്കുവാനുള്ള ആരാധനാലയായി, ഖബറാളിയോട് സഹായാർത്ഥന നടത്തി, ഖബറാളിക്ക് നേർച്ച നേർന്ന്, ഖബറാളിയെ വിളിച്ച് പ്രാർത്ഥിച്ച്
മനുഷ്യന്മാർ ശിർക്ക് ചെയ്യും. ഇത് പൂർവ്വ സമൂഹത്തിൽ നടമാടിയൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തികളിൽ ചിലർ വിഗ്രഹങ്ങൾ ആരാധിക്കും എന്നതിൻ്റെ വിഷയത്തിൽ ഈ ആയത്ത് കൊണ്ടുവന്നത് ഈ ഉമ്മത്തികളിൽ ഈ പൂർവ്വകാലത്ത് നടന്ന അതേ ഏർപ്പാട് നടന്നിട്ടുണ്ട്. ഖബറും പുറത്ത് പള്ളികൾ കെട്ടിയുണ്ടാക്കി ഖബറാളിയെ ആരാധിക്കുന്ന, ഖബറാളിക്ക് നേർച്ച നേരുന്ന, ഖബറാളിയോട് ഇസ്തിഗാസത്ത് നടത്തുന്ന, സഹായത്തേട്ടം നടത്തുന്ന, രക്ഷാത്തേട്ടം നടത്തുന്ന, നേർച്ച നേരുന്ന അവസ്ഥ സംജാതമായി. അത് മനസ്സിലാക്കാനാണ് പൂർവ്വകാലത്തുള്ള ആ ഏർപ്പാട് അത് ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട്, നടമാടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ കൊണ്ടുവരികയുണ്ടായത്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന ഷിർക്കിൻ്റെ ഒരു മുഖമാണ് ഖബർ പൂജ എന്നുള്ളത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ വിഷയത്തിൽ വന്ന ഹദീസുകളാണ്. ഒന്നാമത്തേതാണ് അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമൂഹു ഖാലു യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ അഖ്റജഹു. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു. ഖാൽ എന്താ പറഞ്ഞത്? ലൽ തത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളെ പിൻപറ്റും. ഇവിടെ സുനൻ എന്നുള്ളതിന് ഏകവചനം സുന്നത്താണ്. സുന്നത്തുൻ എന്നുള്ളതിന് സനൻ എന്നും സുനൻ എന്നും ബഹുവചനുണ്ട്. ഇവിടെ രണ്ട് ഖിറാഅത്തുണ്ട്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും എന്നും സനന മൻ കാന ഖബ്ലകും എന്നും. സുന്നത്തിന് സനൻ എന്ന് ബഹുവചനാകുമ്പോൾ ത്വരീഖത്ത് എന്നർത്ഥം, വഴി, റൂട്ട്. സുനൻ എന്നാകുമ്പോൾ ചര്യകൾ. അപ്പോൾ ഇവിടെ ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റും, വഴികളെ നിങ്ങൾ പിൻപറ്റും. അല്ലെങ്കിൽ സുനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ലതത്തബിഅന്ന എന്നാണ്. ലാമു തൗതിയാലിൽ ഖസമാണ്. വല്ലാഹി ല എന്ന ആശയം അവിടെ കിട്ടും. ലാമുൽ ഖസം എന്ന പോലെ അവിടെ ഒരു ഖസമ് മുൻകടന്നിട്ടുണ്ട്, മഹ്ദൂഫാണ്. പിന്നെ ലതത്തബിഅന്ന നൂന് തൗകീദ് അസ്സഖീലയാണ്. സഖീലത്തിൻ്റെ തൗകീദിൻ്റെ നൂനാണത്. അപ്പോൾ എത്ര ഉറപ്പിൽ ശക്തിപ്പെടുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലതത്തബിഅന്ന സുനന അല്ലെങ്കിൽ സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ റൂട്ടുകളെ അല്ലെങ്കിൽ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എങ്ങനെ പിൻപറ്റും? ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. ഹദ്വൽ ഖുദ്ദ ബിൽ ഖുദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ഖുദ്ദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിൻ്റെ ഭാഗത്ത് വെക്കപ്പെടുന്ന രീഷിനാണ് പറയുക, തൂവലിന്. അത് വളരെ കൃത്യമായി ക്രമമായിട്ടാണ് വെക്കുക, എല്ലാ അമ്പുകൾക്കും ഒരേപോലെ. അപ്പോൾ അമ്പിൻ്റെ തലപ്പിലുള്ള തൂവൽ എത്രമാത്രം നേരെ കൃത്യമായിട്ടാണ് വരിക, അതേപോലെ നിങ്ങൾ പൂർവികരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്നാണ്. ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ, ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ പ്രവേശിച്ചുവെങ്കിൽ ലദഖൽതുമൂഹു, നിങ്ങൾ അതിൽ പ്രവേശിക്കുമായിരുന്നു. ഉടുമ്പിൻ്റെ മാളത്തിൽ അതൊരു മതമാണ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ആദർശമാണെന്ന നിലക്ക് യഹൂദ ക്രൈസ്തവർ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ, അതൊരു സംസ്കാരമാണെന്ന നിലക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ലദഖൽതുമൂഹു, നിങ്ങളും അതിൽ പ്രവേശിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ യഹൂദ ക്രൈസ്തവരെ അനുധാവനം ചെയ്യുന്ന, കൃത്യതയിൽ ഫോളോ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉമ്മത്തികൾക്കുണ്ടാകുമെന്ന മുന്നറിയിപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഇവിടെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ് അൽ യഹൂദ് വൻ നസാറ, യഹൂദ ക്രൈസ്തവരാണോ? ഖാല ഫമൻ,
അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിന്നെ ആരെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? യഹൂദ ക്രൈസ്തവരാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഖ്റജാഹു, ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, യഹൂദ ക്രൈസ്തവരുടെ ആദർശ പാളയത്തിലാണ് പല മുസ്ലിമീങ്ങളും അവരുടെ ആദർശത്തിന്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. പല വിഷയങ്ങളും നമുക്ക് ഈ കിതാബ് തൗഹീദിന്റെ അധ്യായങ്ങളിൽ തന്നെ മുൻകടക്കുകയുണ്ടായി. വിശ്വാസരംഗം പല മുസ്ലിമീങ്ങളുടെ അടുക്കലും വളരെയധികം വ്യതിചലിച്ചുകൊണ്ടാണ്. യഹൂദ ക്രൈസ്തവർക്ക് സംഭവിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുകൾ ആരാധനാലയങ്ങളാക്കുന്ന വിഷയത്തിൽ യഹൂദ ക്രൈസ്തവരെയാണ് ശപിച്ചത്, ഉമ്മത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്. ഉമ്മത്തികൾക്ക് മുന്നറിയിപ്പ് നൽകി യഹൂദ ക്രൈസ്തവർ ചെയ്തതിൽ അവരെ ശപിച്ച അതേ വിഷയം യഹൂദ ക്രൈസ്തവരെ പോലെ തന്നെ കൃത്യതയിൽ മുസ്ലിമീങ്ങളിൽ പലരും അത് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് സൗബാനിൽ നിന്നുള്ള ഹദീസാണ്. വലി മുസ്ലിമിൻ അൻ സൗബാന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അൻ സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. സൗബാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സൗബാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ അടിമയായ സൗബാനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സൗബാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, പ്രവാചകരെ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കും, ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും സ്വർഗത്തിന്റെ താഴ്ഭാഗങ്ങളിലായിരിക്കും, നിങ്ങളെ ഈ ദുനിയാവിൽ കുറച്ച് സമയം കാണാതിരുന്നാൽ പൊറുതി കിട്ടുന്നില്ല, അപ്പോൾ എങ്ങനെയായിരിക്കും സ്വർഗീയ ഉന്നതങ്ങളിൽ നിങ്ങൾ എത്തിയാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാതിരിക്കുന്നതിൽ പ്രയാസമുണ്ടാവുകയില്ലേ എന്ന അർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന ആയത്ത് ഇറങ്ങിയത്. അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുന്നവർ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും, അള്ളാഹു അനുഗ്രഹം അരുളിയവരുടെ കൂടെയായിരിക്കും, അക്കൂട്ടർ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നറിയിക്കുന്ന എന്ന ആശയമുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായി സൗബാനുമായി ബന്ധപ്പെട്ടതായ ആ സംഭവത്തിൽ. ഏതായാലും ഈ സൗബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സുവിയ ലി അൽ അർദ് ഫറഅയ്തു മശാരിഖഹ വമഗാരിബഹ വഇന്ന ഉമ്മതി സയബ്ലുഗു മുൽകുഹ മാ സുവിയ ലി മിൻഹ വഉഅതീതുൽ കൻസൈൻ അൽ അഹ്മറ വൽ അബ്യദ് وإني سألت ربي لأمتي ألا يهلكها بسنة بعامة وألا يسلط عليهم عدوا من سوى أنفسهم فيستبيح بيضتهم وإن ربي قال يا محمد إذا قضيت قضاء فإنه لا يرد وإني أعطيتك لأمتك لا أهلكهم بسنة بعامة وألا أسلط عليهم عدوا من سوى أنفسهم فيستبيح بيضتهم ولو اجتمع عليهم من بأقطارها حتى يكون بعضهم يهلك بعضا ويسبي بعضهم بعضا. എന്താ ഹദീസിൽ പറയുന്നത്? ഇമാം മുസ്ലിമിന്റെ റിവായത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ സുവിയ ലി അൽ അർദ്, അല്ലാഹു എനിക്ക് ഭൂമിയെ, സുവിയ എന്ന് പറഞ്ഞാൽ ജുമിയ, ഒരുമിച്ച് കൂട്ടി തന്നു, ചുരുട്ടി തന്നു. ഫറഅയ്തു മശാരിഖഹ വമഗാരിബിഹ, അങ്ങനെ ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളും കിഴക്ക് ഭാഗങ്ങളും ഞാൻ കണ്ടു. ഭൂമിയെ ചുരുട്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളും കിഴക്ക് ഭാഗങ്ങളും കാണപ്പെടുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂമിയെ അടുപ്പിച്ച് കാണിച്ചു കൊടുത്തു. വ ഇന്ന ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ സയബ്ലുഗു മുൽകുഹ, ആ ഉമ്മത്തിന്റെ മുൽക്ക്, ആധിപത്യം എത്തും, മാ സുവിയ ലി മിൻഹ, അതിൽ നിന്ന് എനിക്ക് അള്ളാഹു ചുരുട്ടി കാണിച്ച അത്ര. അപ്പൊ ഭൂമിയെ മുഴുവൻ ചുരുട്ടി എന്നുള്ളത് ഇല്ല, പിന്നെയോ ഭൂമിന്റെ പശ്ചിമ ഭാഗവും പൗരസ്ത്യ ഭാഗവുമാണ്
ചുരുട്ടി കാണിക്കപ്പെട്ടത്. അതിൽ കാണിക്കപ്പെട്ട അത്ര എൻ്റെ ഉമ്മത്തികളുടെ മുൽക്ക് എത്തും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വഉതീതുൽ കൻസൈൻ, എനിക്ക് 2 കൻസുകൾ, നിധികൾ നൽകപ്പെട്ടിരിക്കുന്നു. അൽ അഹ്മർ വൽ അബിയദ്, അത് അഹ്മറും അബിയദുമാണ്. അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, അബിയദ് എന്ന് പറഞ്ഞാൽ വെളുപ്പ്. അഹ്മർ എന്ന് പറയുന്നത് സ്വർണത്തിന് പറയുന്നതാണ്. അബിയദ് എന്ന് പറഞ്ഞൊരു ഇവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളിയുമാണ്. അപ്പോൾ വെള്ളിയും സ്വർണവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളി ഉടമപ്പെടുത്തിയവരും സ്വർണം ഉടമപ്പെടുത്തിയവരുമാണ് ഉദ്ദേശം. സ്വർണം ഉടമപ്പെടുത്തിയിരുന്നതെന്ന് റോമക്കാരായിരുന്നു, വെള്ളി ഉടമപ്പെടുത്തിയിരുന്നതെന്ന് പേർഷ്യക്കാരായിരുന്നു. അപ്പൊ പേർഷ്യക്കാരുടെ നാടും റോമക്കാരുടെ നാടും അതാണ് ഉദ്ദേശം. പൗരസ്ത്യ റോമ സാമ്രാജ്യം, ബൈസാൻഡിയ, അതേപോലെ തന്നെ പേർഷ്യ, ഇവകളാണ് ഉദ്ദേശം. അവ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റോമയും പേർഷ്യയും ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ട നാടുകളാണ്. വ ഇന്നി സഅൽതു റബ്ബി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു, ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി, അല്ലാ യുഹ്ലികഹ ബിസനത്തിൻ ബിആമ്മ, അല്ലാ യുഹ്ലികഹ, എൻ്റെ ഉമ്മത്തികളെ അല്ലാഹു നശിപ്പിക്കരുത്, ബിസനത്തിൻ ബിആമ്മ, ഒറ്റ അടിക്ക് മൊത്തത്തിൽ ഒരു കാലക്കെടുതിയിലൂടെ, ഒന്നടങ്കം ഒരു കാലക്കെടുതിയിലൂടെ എൻ്റെ ഉമ്മത്തികളെ നശിപ്പിക്കരുത് എന്ന് ഞാൻ അള്ളാഹുവോട് ചോദിച്ചു. വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം, വഅല്ലാ യുസല്ലിത അലൈഹിം, എൻ്റെ ഉമ്മത്തികളുടെ മേൽ അള്ളാഹു മേൽക്കോയ്മ നൽകരുത്, അദുവൻ, ഒരു ശത്രുവിന്, മിൻ സിവാ അൻഫുസിഹിം, എൻ്റെ ഉമ്മത്തികളിൽ പെട്ടവരല്ലാത്ത. അപ്പോൾ ഉമ്മത്തികൾക്ക് പുറത്തുള്ള എന്ന് പറഞ്ഞാൽ കുഫാറിന്, കാഫിരീങ്ങൾക്ക് എൻ്റെ ഉമ്മത്തികളുടെ മേൽ ആധിപത്യം നൽകരുത്. ഫയസ്തബിഹ ബൈദതഹും, അങ്ങനെ ആധിപത്യമേകി ഉണ്ടായാൽ ആ ശത്രു, ആ വിശ്വാസികൾ അവരുടെ ബൈദത്തിനെ ഉടമപ്പെടുത്തും. ബൈദത്തിനെ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ ആമൂലാഗ്രം, ഒന്നടങ്കം എല്ലാവരെയും കീഴ്പ്പെടുത്തുക, ഉടമപ്പെടുത്തുക. അപ്പൊ മുസ്ലിം ഉമ്മത്തിന് ഒന്നടങ്കം കീഴ്പ്പെടുത്തപ്പെടുന്ന രീതിയിൽ അവിശ്വാസികൾക്ക് ഉമ്മത്തികളുടെ മേൽ ശത്രുവിന് ആധിപത്യം നൽകരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് ചോദിച്ചു. വ ഇന്ന റബ്ബി ഖാൽ, അപ്പോൾ എൻ്റെ റബ്ബ് പറഞ്ഞു. 2 കാര്യമാണ് ചോദിച്ചത്. ഒന്ന്, ഒന്നടങ്കം ഉമ്മത്തികളെ നശിപ്പിക്കരുത്. 2, മുസ്ലിമീങ്ങളെ ഒന്നടങ്കം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ ശത്രുവിന്, അവിശ്വാസികൾക്ക് മുസ്ലിമീങ്ങളുടെ മേൽ മേൽക്കോയ്മ അള്ളാഹു നൽകുകയും ചെയ്യരുത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? യാ മുഹമ്മദ് ഇദാ ഖദൈതു ഖദാഅൻ ഫഇന്നഹു ലാ യുറദ്, ഞാനൊരു തീരുമാനം തീരുമാനിച്ചാൽ, ഖദാഇനെ തീരുമാനിച്ചാൽ, പ്രാപഞ്ചികമായൊരു വിധി തീരുമാനിച്ചാൽ അത് തടുക്കപ്പെടുകയില്ല. വ ഇന്നി അഅതൈതുക ലി ഉമ്മതിക അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ബിആമ്മ, വ ഇന്നി അഅതൈതുക, ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു, ലി ഉമ്മതിക, നിങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടി, എന്ത്? അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ബിആമ്മ, ഒന്നടങ്കം ഒരു കാലക്കെടുതിയിലൂടെ ഞാൻ അവരെ നശിപ്പിക്കുകയില്ല എന്നത്. അപ്പോൾ ഒന്നടങ്കം മുസ്ലിമീങ്ങളെ ഒറ്റയടിക്ക് നശിപ്പിക്കുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുനബിയുടെ ആ വിളിക്ക് ഉത്തരമായി നൽകി. വഅല്ലാ ഉസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബിഹ ബൈദതഹും, മുസ്ലിമീങ്ങളെ ഒന്നടങ്കം കീഴ്പ്പെടുത്തുമാറ് അവരല്ലാത്തവരുടെ ഒരു ശത്രുവിൻ്റെ മേൽ, ശത്രുക്കൾക്ക് അവരുടെ മേൽ അള്ളാഹു ആധിപത്യമേകുകയില്ല എന്നുള്ളതും അള്ളാഹു നൽകി. വലൗ ഇജ്തമഅ അലൈഹിം മൻ ബിഅഖ്താരിഹ, ഭൂമിക്കുപരിയിലുള്ളവർ മുഴുവൻ ഉമ്മത്തികൾക്കെതിരായാലും ശരി, ഉമ്മത്തികൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയാലും ശരി. അപ്പോൾ ഭൂമിക്കുപരിയിലുള്ളവർ മുഴുവൻ ഉമ്മത്തികൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയാലും ശരി, ഒരു ശത്രുവിന് മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ അവരെ ഒന്നടങ്കം കീഴ്പ്പെടുത്തുമാർ അവർക്ക് ആധിപത്യം നൽകുകയില്ല എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തിരുനബിയുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകി. പക്ഷേ ഈ ഉത്തരം അതെങ്ങനെയാ? ഹത്താ യകൂന ബഅദുഹും യുഹ്ലികു ബഅദൻ വയസ്ബി ബഅദുഹും ബഅദ, മുസ്ലിമീങ്ങളിൽ ചിലരെ
നശിപ്പിക്കുകയും ചിലർ ചിലരെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്യുന്നത് വരെ എന്നാണ്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ഉത്തരം എന്താ? മുസ്ലിമീങ്ങളെ ആമൂലാഗ്രം ഒന്നടങ്കം കീഴ്പ്പെടുത്തുമാർ ശത്രുവിന് മുസ്ലിമീങ്ങളുടെ മേൽ ആധിപത്യം നൽകരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരമേകി. എങ്ങനെ ഉത്തരമേകി? മുസ്ലിമീങ്ങൾക്ക് അവരുടെ പുറത്തുനിന്നുള്ള ഒരു ശത്രുവിന് അവരുടെ മേൽ ഒന്നടങ്കം ആധിപത്യം അല്ലാഹു ഏകുകയില്ല. ഏതുവരെ? മുസ്ലിമീങ്ങൾ ചിലർ ചിലരെ നശിപ്പിക്കുകയും അവരിൽ ചിലർ ചിലരെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്യുന്നത് വരെ. മുസ്ലിമീങ്ങൾ ചിലർ ചിലരെ ആക്രമിക്കുകയും ചിലർ ചിലരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തുണ്ടാകും? അള്ളാഹു പുറമെന്നുള്ള ശത്രുവിന് മുസ്ലിമീങ്ങളുടെ മേൽ മേൽക്കോയ്മയേകുന്ന അവസ്ഥ ഉണ്ടാകും എന്നതിലേക്കൊരു സൂചന ഇവിടെ ഈ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് താർത്താരികളുടെ കാലഘട്ടത്തിൽ ചെങ്കിസ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള താർത്താരികളുടെ പടയോട്ടം, അതേപോലെ തന്നെ കുരിശ് യോദ്ധാക്കളുടെ പടയോട്ടം, പിന്നീട് ഈ കോളനി വാഴ്ചക്കാരുടെ അധിനിവേശം, ഇതിലൂടെയൊക്കെ മുസ്ലിം നാടുകൾക്ക് നേരെ ഉണ്ടായതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ഈ റിവായത്തിൻ്റെ മറ്റൊരു റിപ്പോർട്ട്, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. അതെന്താ? റവാഹുൽ ബർഖാനി ഫി സഹീഹിഹി വസാദ്. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തത്? ബർഖാനി അവിടുത്തെ സഹീഹിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ കേട്ട ഹദീസ് സൗബാനിൽ നിന്നുള്ള ഇമാം മുസ്ലിമിൻ്റെ റിവായത്ത്, അത് റവാഹുൽ ബർഖാനി. ബർഖാനി എന്ന് പറഞ്ഞാൽ അഹ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കറുൽ ബർഖാനി. ഹിജ്റയുടെ 336 ജനിച്ച് 425 മരിച്ച മുഹദ്ദിസാണ് അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ബർഖാനി. അദ്ദേഹം ഖവാറസം ദേശത്തുകാരനാണ്. ഷാഫി മദബിൽ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അഹ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കറുൽ ബർഖാനി അൽ ഖവാറസ്മി അഷാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു മുസ്നദ് അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ സഹീഹിലുള്ള റിവായത്തിൽ ഇത് അദ്ദേഹം ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? ഈ റിവായത്തിൽ ഏറെ അദ്ദേഹം നൽകിയത് വഇന്നമ അഖാഫു അലാ ഉമ്മത്തി അൽ അയിമ്മത്തൽ മുദില്ലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നമ അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ മേൽ ഞാൻ ഭയക്കുന്നത് അൽ അയിമ്മത്തൽ മുദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ്. വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് ഞാൻ എൻ്റെ ഉമ്മത്തികൾക്ക് ഭയക്കുന്നത് എന്ന്. വഇദാ വഖഅ അലൈഹിമുസ് സൈഫ്, ഉമ്മത്തികളുടെ മേൽ വാള് പതിച്ചാൽ ലം യുർഫഅ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും പിന്നീട് അത് ഉയർത്തപ്പെടുകയില്ല. വലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ചില ഗോത്രങ്ങൾ മുശ്രിക്കുകളോട് ചെന്നു ചേരുന്നത് വരെ. വഹത്താ തഅബുദ ഫിആമും മിൻ ഉമ്മത്തി അൽ ഔസാൻ, വഹത്താ തഅബുദ ഫിആമും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ചില വിഭാഗങ്ങൾ ആരാധിക്കുന്നത് വരെയും. അൽ ഔസാൻ, വിഗ്രഹങ്ങളെ. ഫിആം എന്ന് പറഞ്ഞാൽ തായിഫ, ഫിറഖ്. എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരേക്കും ലാ തഖൂമു സഅ, ഖിയാമത്ത് നാൾ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വഇന്നഹു സയകൂനു ഫി ഉമ്മത്തി കദ്ദാബൂന 30, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് 30 വ്യാജവാദികൾ ഉണ്ടാവും. കുല്ലുഹും യസ്ഉമു അന്നഹു നബി, അവരെല്ലാവരും താൻ നബിയാണ് എന്ന് ജൽപ്പിക്കും. വഅന ഖാതമുൻ നബിയീൻ, ഞാൻ അന്ത്യപ്രവാചകനാകുന്നു. ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം ഒരു നബിയും വരാനില്ല. വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ്, എൻ്റെ ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗം സത്യത്തിന്മേലായിക്കൊണ്ടിരിക്കും. മൻസൂറ, വിജയം നൽകപ്പെടുന്നവരായി, സഹായം നൽകപ്പെടുന്നവരായി. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ നിന്ദിക്കുന്നവർ അവർക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹി തബാറക വതആല, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നണയുന്നത് വരെ. ഇതാണ് ബർഖാനിയുടെ സഹീഹിൽ ഈ മുസ്ലിമിൻ്റെ റിവായത്തിൽ ഏറെ വന്നിട്ടുള്ള ഭാഗം. അവിടെ എന്താണ്? അതാണ് നമ്മുടെ ഈ അധ്യായത്തിൻ്റെ വിഷയം. വഇന്നമ അഖാഫു അലാ ഉമ്മത്തി അൽ അയിമ്മത്തൽ മുദില്ലീൻ, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ മുദില്ലീങ്ങളായ അയിമ്മത്തിനെ ഭയക്കുന്നു എന്നാണ്. വഴിതെറ്റിക്കുന്ന
അയിമത്തിനെ ഭയക്കുന്നു എന്നാണ്. വഴിതെറ്റിക്കുന്ന അയിമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകാരിയാണ്. അൽ അയിമത്തു ദ്വാലീൻ എന്നല്ല പറഞ്ഞത്, വഴി പിഴച്ച നേതാക്കന്മാരെന്നല്ല പറഞ്ഞത്. പിന്നെയോ വഴി തെറ്റിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുമ്പോൾ അവർ വഴി പിഴച്ചവരുമാണ്, തെറ്റിക്കുന്നവരുമാണ്. വഴി പിഴച്ചത് കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? വഴി തെറ്റിക്കുന്നത്, പിഴപ്പിക്കുന്നത്. അപ്പൊ വഴി പിഴപ്പിക്കുന്ന നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണാധികാരികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ആബിദീങ്ങളുമുണ്ട്. വിവാദത്തെടുക്കുന്ന പണ്ഡിതന്മാരായ നേതാക്കന്മാരായ പലരും പിഴച്ചവരാണ്, അതുകൊണ്ട് തന്നെ അവർ പിഴപ്പിക്കുന്നവരാണ്. ഇങ്ങനെ പിഴപ്പിക്കുന്നവരെയാണ് ഞാൻ ഭയക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം അവർ പിഴച്ചവരുമാണ്, പിഴപ്പിക്കുന്നവരാണ്. എന്നാൽ പിഴച്ചവരോ, അവരുടെ പിഴവ് അവരിൽ മാത്രം പരിമിതമാണ്. പക്ഷെ പിഴപ്പിക്കുന്നവരാകുമ്പോഴോ അവരും പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്ന അപകടം കൂടുതലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ഭയക്കുകയുണ്ടായത്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ വഖഅ അലൈഹിമുസ് സൈഫ്, അവരുടെ മേൽ വാള് പതിച്ചാൽ ലം യുർഫഅ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും അത് ഉയർത്തപ്പെടുകയില്ല. എന്നാ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ വാള് പതിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തോടുകൂടി. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തോടു കൂടി. ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി, അതിന് പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി. പിന്നീട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഈ വാള് ഉയർത്തപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതിൻ്റെ മുമ്പ് വാള് പതിച്ചിട്ടില്ല, എന്നാൽ അതിനുശേഷമാണ് വാള് പതിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഉമ്മത്തികളുടെ മേൽ വാള് പതിച്ചാൽ അത് അന്ത്യനാൾ വരേക്കും ഉയർത്തപ്പെടുകയില്ല. വലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കുകളോട് ചേരുന്നത് വരെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയവർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ. അവരിൽ നിന്നൊരു വിഭാഗം മുശ്രിക്കുകളോട് ചെന്ന് ചേരുക എന്ന് പറഞ്ഞാൽ അതുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അന്ത്യനാളിൻ്റെ അലാമത്ത് എന്നോണം അത് സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞു. പലരും മുശ്രിക്കുകളോട് ചെന്ന് ചേരുകയും ഷിർക്കിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും കൊണ്ട് നടക്കുകയും പേറി നടക്കുകയും അത് പുൽകുകയും ചെയ്യുന്നു. അതിന് ആശംസ പകരുന്നു, അതിൽ ആളുകളാകുന്നു, അത് അഭിവൃദ്ധിപ്പെടാൻ സഹായം നൽകുന്നു, അതിനെ പോഷിപ്പിക്കുവാൻ കിറ്റ് വിതരണം നടത്തുന്നു. ഷിർക്കൻ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും നാടുകളിൽ അതിന് അഭിവാദ്യങ്ങൾ സമർപ്പിക്കുന്നു. മുസ്ലിമീങ്ങളുടെ വക ആഘോഷങ്ങൾ കൊഴുപ്പിക്കപ്പെടുന്നു. അവർ ആ ആരാധനകൾ പലതും കൊണ്ടു നടക്കുന്നു. അതാണ് മുശ്രിക്കുകളോട് എൻ്റെ ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗം ചെന്നു ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ ചില ഉപരിപ്ലവ മുഖങ്ങൾ. വഹത്ത തഅബുദ ഫിആമു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെയും. ഔസാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസ്നാമിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ള പദമാണ്. അസ്നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ, ഔസാൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ, രൂപങ്ങൾ, ഖബറുകൾ, വരകൾ, കുറികൾ, ഇതൊക്കെ എന്ത് ചെയ്തു? അതിൽ പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി കദ്ദാബൂന 30, എൻ്റെ ഉമ്മത്തികളിൽ 30 കള്ളന്മാർ ഉണ്ടാകും. 30 കള്ളന്മാർ. എന്താ അവരുടെ പ്രത്യേകത? കുല്ലുഹും യസ്ഉമു, അവരെല്ലാവരും ജൽപ്പിക്കും അന്നഹു നബി, താൻ നബിയാണ് എന്ന്. ഇവിടെ 30 കള്ളന്മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉമ്മത്തികളിൽ പ്രവാചകത്വം വാദിച്ച ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ 30 ആളൊന്നുമല്ല. പിന്നെയോ 30-ലേറെ ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. അമവികളുടെ ഖിലാഫത്തിൽ തന്നെ അവരുടെ എണ്ണം 30-നെ കവച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ
റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് പോലെ 30 പേര് എന്ന് പറഞ്ഞാൽ അനുയായി വൃന്ദമുള്ള, അവരുടെ വാക്കുകൾക്ക് സ്വാധീനമുള്ള ആളുകളാണ്. അങ്ങനെ 30 പേര് എന്നാണ്. എന്നാൽ പ്രവാചകത്വം വാദിച്ച പലരും, നബിയാണെന്ന് വാദിച്ച പലരും ഭ്രാന്തന്മാരും ബുദ്ധിയില്ലാത്തവരും പൊട്ടന്മാരുമായിരുന്നു. അവർക്ക് അനുയായി വൃന്ദം ഉണ്ടാവുകയോ അവർ പറഞ്ഞത് ആളുകൾ സ്വീകരിച്ച് അവർ പിന്നാലെ കൂടുകയോ ചെയ്തിരുന്നില്ല. ഇവിടെ ഖെസാബൂന സലാസൂൻ എന്നാണ് 30 വ്യാജവാദികൾ, പ്രവാചകത്വം വാദിക്കുന്ന വ്യാജവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുയായികളുള്ള, തങ്ങൾ പറഞ്ഞാൽ ആളെ കിട്ടുന്ന രീതിയിൽ 30 ആളുകൾ എൻ്റെ ഉമ്മത്തികളിൽ ഉണ്ടാകും എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ മുസൈലിമത്തുൽ ഖെസാബിനെ പോലെ, അസ്വദുൽ അനസിയെ പോലെ, സജാഹിനെ പോലെ, തുലൈഹ അൽ അസ്ദിയെ പോലെ, മുഖ്താർ സഖഫിയെ പോലെ, അതേപോലെ തന്നെ അൽ ഹാരിസുൽ ഖെസാബിനെ പോലെ ഉള്ള പ്രവാചകത്വവാദികൾ. അവർക്ക് എന്തുണ്ടായിരുന്നു? അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞതിൽ സ്വാധീനിക്കുന്ന അനുയായി വൃന്ദം ഉണ്ടായിരുന്നു. മുസൈലിമത്തുൽ ഖെസാബ് യമാമയിൽ, അസ്വദുൽ അനസി യമനിൽ, സജാഹ് മുസൈലിമത്തുൽ ഖെസാബിൻ്റെ കാമുകിയായിരുന്നു. മുസൈലിമത്തുൽ ഖെസാബിനെ തുടർന്ന് അല്ലെങ്കിൽ അയാളോടൊപ്പം പ്രവാചകത്വം വാദിച്ച പെണ്ണാണ് സജാഹ്. പക്ഷേ ഈ സജാഹ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? മുസൈലിമത്തുൽ ഖെസാബ് വധിക്കപ്പെട്ടതിൽ പിന്നെ സജാഹ് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. തുലൈഹ അൽ അസ്ദി പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുലൈഹ അൽ അസ്ദി പ്രവാചകത്വം വാദിച്ച് ആളെ കൂട്ടിയെങ്കിലും പിന്നീട് അയാൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരികയും തൗബ ചെയ്യുകയും അയാൾ നല്ലൊരു ഇസ്ലാമിക ജീവിതം അനുഷ്ഠിക്കുകയും ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയുമാണ് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്താർ സഖഫി, അൽ ഹാരിസുൽ ഖെസാബ് ഇവരൊക്കെ പ്രവാചകത്വം വാദിച്ച കള്ളന്മാരായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള 30 പേരാണ് ഉദ്ദേശം. അതിൽ അവസാനത്തെ കണ്ണികളിൽ പ്രധാനിയാണ് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി എന്ന മനുഷ്യപ്പിശാച്. ഇന്ത്യയിലെ പഞ്ചാബിൽ ഖാദിയാൻ ദേശത്ത് രംഗപ്രവേശനം ചെയ്ത കള്ളപ്രവാചകൻ, വ്യാജവാദിയായ മിർസ ഗുലാം എന്ന വ്യാജവാദി, ദുർനടപ്പിൻ്റെയും താന്തോന്നിത്തങ്ങളുടെയും മകുടോദാഹരണമായിരുന്ന മിർസ ഗുലാം ഈ ദുനിയാവിൽ നിന്ന് വളരെ നിന്ദ്യനായി, അധിക്ഷിപ്തനായി, ഒരു പകർച്ചവ്യാധിക്ക് അടിമയായി വളരെ മോശമായ നിലയിലാണ് നശിക്കുകയുണ്ടായത്. ഏതായാലും ഇവിടെ 30 വ്യാജവാദികൾ പ്രവാചകത്വം വാദിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകത്വം വാദിച്ച പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വാധീനമുള്ള ആൾബലം തങ്ങൾ പറഞ്ഞതിനുണ്ടായിരുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി കദ്ദാബൂന സലാസൂൻ കുല്ലുഹും യസ്ഉമു അന്നഹു നബി വഅന ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അന്ത്യപ്രവാചകനാണ്, എൻ്റെ ശേഷം യാതൊരു നബിയുമില്ല. ലാ നബിയ ബഅദി എന്നാണ്. ലാ ഇവിടെ നാഫിയ ലിൽ ജിൻസാണ്. ലാ നബിയ എന്നുള്ളത് ലാ നാഫിയ ലിൽ ജിൻസിൻ്റെ ഇസ്മാണ്. അവിടെ ലാ നബിയ എന്ന് പറഞ്ഞാൽ യാതൊരു നബിയുമില്ല ബഅദി, എൻ്റെ ശേഷം എന്നാണ്. വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് മൻസൂറ, എൻ്റെ ഉമ്മത്തികളിൽ നിന്നൊരു വിഭാഗം വിജയം വരിച്ചവരായിക്കൊണ്ടിരിക്കും, സഹായം വർഷിക്കപ്പെടുന്നവരായിക്കൊണ്ടിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ നിന്ദിക്കുന്നവർ അവർക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല എന്നാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കുന്നവരുണ്ടാകും എന്നും സത്യത്തിൽ നിലകൊള്ളുന്ന വിജയത്തിൻ്റെ കക്ഷി, അവരെ ഉപദ്രവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നും അവരെ നിന്ദിക്കുന്നവരുണ്ടാകുമെന്നും മനസ്സിലായി. അതുകൊണ്ടാണ് അവരെ നിന്ദിക്കുന്നവർ അവർക്കൊരു ഉപദ്രവം വരുത്തൂല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സത്യത്തിൻ്റെ കക്ഷിക്ക് ഉപദ്രവം വരുത്തുന്ന, അവരെ നിന്ദിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടായിരിക്കും. അപ്പോൾ സത്യത്തിൻ്റെ കക്ഷി ഇവിടെ നിലനിൽക്കും. അത്വായിഫത്തുൽ മൻസൂറ, അൽ ഫിർഖത്തുൻ നാജിയ, വിജയത്തിൻ്റെ കക്ഷി, രക്ഷയുടെ കക്ഷി ഇവിടെ ഉണ്ടാകും. അവരോടൊപ്പം ആരും ഉണ്ടാകും, അവരെ നിന്ദിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ഉപദ്രവകാരിയുടെ ഉപദ്രവം അവർക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഉപദ്രവകാരികൾ കൂടെയുണ്ടാകും, നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും കൂടെയുണ്ടാകും. പക്ഷെ നിന്ദിക്കുന്നവരുടെ ഉപദ്രവം അവർക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന അത് വരുന്നത് വരെ. അള്ളാഹുവിൻ്റെ കൽപ്പന ഒന്നുകിൽ
വിജയത്തിൻ്റെ കക്ഷിയിലെ മെമ്പർമാർക്ക് മരണമായിട്ട് വരും, അല്ലെങ്കിൽ അന്ത്യനാൾ സംഭവിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന അവർക്ക് വരും. അതുവരേക്കും അവർക്കൊരു ഉപദ്രവവും വരികയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ അവസാനം പറഞ്ഞ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അതിൽ ഇമാം ബർഖാനിയുടെ അബൂബക്കർ ഇബ്നു മുഹമ്മദ് അഹ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കർ അൽ ബർഖാനി അൽ ഖവാറസ്മിയുടെ റിവായത്ത്, അത് ഈ വിഷയത്തിൽ ഉമ്മത്തികളിൽ ചിലർ ഔസാനിനെ, വസനുകളെ ആരാധിക്കുമെന്നതിൽ വളരെ വ്യക്തമായ രേഖയും തെളിഞ്ഞ വചനവുമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സിഹറുമായി ബന്ധപ്പെട്ടുള്ള അധ്യായമാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.